Hi dear students, Computer Fundamentals and HTML Unit 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ HTMLും അതിൻ്റെ ബേസിക് സ്ട്രക്ചറും എങ്ങനെയാണ് എഴുതുന്നുള്ളതും അത് എഴുതാനുള്ള എഡിറ്റർ അല്ലെ നോട്ട് പാഡ് ഉപയോഗിച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത് എങ്ങനെ സേവ് ചെയ്യണം, അതെങ്ങനെയാണ് റൺ ചെയ്യുന്നതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ടാഗുകളാണ്. സോ നിങ്ങൾക്കറിയാം HTML ഒരുപാട് ടാഗുകൾ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ അതിൽ കുറച്ച് ബേസിക് ഫോർമാറ്റിംഗ് ടാഗ് അതേപോലെ ഇമേജ് ടാഗ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഈ ടാഗുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എന്താണ് ടാഗ് എന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ വീഡിയോസൊക്കെ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് കാണുന്ന നിർബന്ധമായിട്ടും. സോ ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റിംഗ് ടാഗുകൾ അതേപോലെ ഇമേജ് ടാഗിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് നോക്കാം. ഞാനിതിൽ എക്സാമ്പിൾ ചെയ്ത് കാണിക്കില്ല, പക്ഷേ പകരം ഞാൻ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗം മാത്രം തന്നിട്ട് അത് റൺ ചെയ്തതിൽ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. മറ്റേത് പ്രോഗ്രാം റൺ ചെയ്ത് ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. മൊബൈൽ സോഫ്റ്റ്വെയർസൊക്കെ ഉണ്ട്, അത് ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ടാഗുകളെല്ലാം വെച്ചിട്ട് ഒരു വെബ് പേജ് നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് നോക്കാം ബേസിക് ഫോർമാറ്റിംഗ് ആൻഡ് ഇമേജ് ടാഗ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ ബേസിക് ഫോർമാറ്റിംഗ് ടാഗ്സ് ആണ് ആദ്യം പറഞ്ഞത്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം ഹെഡിങ്ങിനെ പറ്റിയിട്ടാണ്. അത് പിന്നെ പാരഗ്രാഫിലേക്ക് പോകും. പാരഗ്രാഫ് എന്താണ്, അതിൻ്റെ ടാഗ് എന്താണെന്നുള്ളതൊക്കെ ഒരു പക്ഷേ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും, എങ്കിലും ഇത് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അറിയാത്ത ആൾക്കാരുണ്ടാവും. സോ ബേസിക് ആയിട്ടുള്ള കാര്യം തൊട്ട് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ദെൻ ബ്രേക്ക്, അണ്ടർലൈൻ, ബോൾഡ്, ഇറ്റാലിക്സ്, സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ്, ഇമേജ്. സോ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന്. വളരെ വിത്ത് എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ വിത്ത് എക്സാമ്പിൾ കാണിച്ചു തന്നിട്ട്, ഞാൻ അത് ചെയ്ത് കാണിക്കില്ല, പക്ഷേ അതിൻ്റെ കോഡും അതിൻ്റെ ഔട്ട്പുട്ടും മാത്രമായിട്ട് കാണിച്ചു തരാൻ നോക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് ഹെഡിങ് വെച്ചിട്ട് ഡീൽ ചെയ്യാം. ഹെഡിങ് ടാഗ്. സോ നമുക്കറിയാം, ഒരു വെബ് പേജ് നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഹെഡിങ്ങുകൾ എങ്ങനെ കൊടുക്കണം, അതിന് എന്ത് ടാഗ് ഉപയോഗിക്കണം, അതിൻ്റെ സ്പെഷ്യലൈസേഷൻ അല്ലെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളതും അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെഡിങ്ങുമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, HTML ഹെഡിങ് ഓർ HTML H ടാഗ് നമ്മൾ ഉപയോഗിക്കുന്നത് H ആണ്. ഹെഡിങ് എന്നുള്ള ടാഗിനെ നമ്മൾ ഉപയോഗിക്കുന്നത് H ആണ്. സോ അതിൻ്റെ അപ്പുറത്തും രണ്ട് സൈഡിലും ലെസ് ദാനും ഗ്രേറ്റർ ദാനും ആ ടാഗും കൊണ്ട് സിമ്പിളും വരും. നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലേ ടാഗ് വരുന്നത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിളിൻ്റെ അകത്താണ്. ഓക്കെ, സോ H ടാഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ടൈറ്റിൽ ഓർ സബ് ടൈറ്റിൽ വിച്ച് യു വാണ്ട് ടു ഡിസ്പ്ലേ ഓൺ ദ വെബ് പേജ്. സോ നിങ്ങൾക്ക് വെബ് പേജിൽ ആവശ്യമായിട്ട് വരുന്ന ടൈറ്റിൽ എങ്കിൽ സബ് ടൈറ്റിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഹെഡിങ് എന്നുള്ള ടാഗ് ഉപയോഗിക്കുക. നമ്മൾ സാധാരണ ബുക്കിലൊക്കെ കാണുന്ന പോലൊക്കെ തന്നെയാണ്. ഓക്കെ, വെൻ യു പ്ലേസ് ദ ടെക്സ്റ്റ് വിത്തിൻ ദ ഹെഡിങ് ടാഗ്, അതായത് ഇങ്ങനെ ഒരു H ലെസ് ദാൻ ഒരു ദാൻ H1, ഈ നമ്പർ എന്താണെന്ന് ഞാൻ വയ്യെ പറയാം, H1, ദെൻ അത് ക്ലോസ് ചെയ്യണം ആ ടാഗിന് വേണ്ടിയിട്ട് ബാക്ക് സ്ലാഷും അതേപോലെ സെയിം ടാഗും. ഇതിൻ്റെ അകത്ത് എഴുതുന്ന സാധനങ്ങളെല്ലാം ഹെഡിങ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ദ പ്ലേസ് ദ ടെക്സ്റ്റ് വിത്തിൻ ദ ടാഗ്, it is displayed on the browser in bold format and size of the text depending on the number of heading. So നിങ്ങൾ ഈ H എന്നുള്ള ടാഗിൻ്റെ അകത്താണ് നിങ്ങൾ ടെക്സ്റ്റ് ആഡ് ചെയ്തതെങ്കിൽ അതിന് സൈസ് കൂടുതലായിരിക്കും, അത് ബോൾഡിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ അതിന് സൈസ് എന്ന് പറയുന്നത് ഈ ഞാൻ ഇവിടെ കണ്ടില്ലേ H1 നമ്പർ കണ്ടില്ലേ, ഈ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് H1 മുതൽ H6 വരെയുണ്ട്. ആ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ഹെഡിങ്ങിൻ്റെ സൈസ് വേരി ചെയ്യും. ഓക്കെ, സോ H1 ഏറ്റവും കൂടുതൽ, H6 വരുമ്പോൾ അത് ചെറുതായി വരും. എക്സാമ്പിൾ എടുക്കാൻ ഞാൻ കാണിച്ചു തരാം. സോ ദർ ആർ 6 ഡിഫറെൻറ്റ് HTML ഹെഡിങ് വിച്ച് ആർ ഡിഫൈൻഡ് വിത്ത് ദ H1 to H6 ടാഗ്. സോ ഇവിടെ H1 പകരം H2 കൊടുത്താൽ ഇത് ക്ലോസ് ചെയ്യുന്നതും H2 തന്നെ ആയിരിക്കണം, ശ്രദ്ധിക്കണം നിങ്ങൾ. H1 വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ ക്ലോസ് ചെയ്യാൻ H1 ഉപയോഗിക്കുക. അങ്ങനെ ഏതാണോ നിങ്ങൾ നമ്പർ ചൂസ് ചെയ്യുന്നത് അതന്നെ വെച്ചിട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്യുക ടാഗ്. ഓക്കെ, സോ H1 മുതൽ H6 വരെയുണ്ട് ടാഗുകൾ. സോ അതിൽ ഏറ്റവും ഹയസ്റ്റ് സൈസ് എന്ന് പറയുന്നത് H1 ഏറ്റവും കൂടുതൽ സൈസ് ഉണ്ടാവുക. സോ H1 ഈസ് ദ ഹയസ്റ്റ് ഹെഡിങ് ടാഗ് ആൻഡ് H6 ഈസ് ദ സ്മോളസ്റ്റ് വൺ. സോ H1 ഈസ് യൂസ്ഡ് ഫോർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെഡിങ്. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ബുക്കിൽ നമുക്കറിയാം വലിയ ഹെഡിങ് ഉണ്ടാവും, അതിന് സബ് ടൈറ്റിൽസ് ഉണ്ടാവും. സോ ഏതിനാണോ വലിയത് കണ്ട് അതിന് ഏറ്റവും വലുതിന് ഹെഡിങ് H1 കൊടുക്കുക, ദെൻ താഴെയുള്ളത് H2, ദെൻ എന്തായത് H3, അങ്ങനെ ആ ഓർഡറിലാണ് ഇത് സൈസ് പോകുന്നത്. ഓക്കെ, സോ ഹെഡിങ് ഇൻ ദ HTML ഹെൽപ്പ് ദ സെർച്ച് എഞ്ചിൻ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻഡെക്സ് ദ സ്ട്രക്ചർ ഓഫ് എ വെബ് പേജ്. സോ നമുക്ക് ആ സ്ട്രക്ചറും കാര്യങ്ങളായിട്ട് വെബ് പേജിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്യാനൊക്കെ ഹെഡിങ് എന്നുള്ള ടാഗ് നമ്മൾ വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. ഓക്കെ, സോ എക്സാമ്പിൾ നോക്കാം. H1 ഞാനൊരു ടെക്സ്റ്റ് എഴുതി ഒരു എക്സാമ്പിളാണ്. അതായത് H1 എന്നുള്ള ടാഗിൻ്റെ അകത്ത് ഹെഡിങ് നമ്പർ 1 ഇട്ടു, H2 ഹെഡിങ് നമ്പർ 2, അങ്ങനെ H6 അകത്ത് ഹെഡിങ് നമ്പർ 6 കൊടുത്തു. സോ ഇതിൻ്റെ മുമ്പ് നിങ്ങൾ ബേസിക് സ്ട്രക്ചർ ആവശ്യമുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ പാർട്ട് ഓഫ് കോഡ് മാത്രമാണ് എടുത്തത്.
ഒരു HTML കോഡ് പറഞ്ഞാൽ ആ മുഴുവനായിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അത് മുഴുവൻ വേണം. ഓക്കെ, സോ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്രം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇതായിരിക്കും. H1 ആണ് ഏറ്റവും വലുത്, അത് ഹെഡിങ് നമ്പർ 1, അതിന് ഈ സൈസ് വരും. H2ൻ്റെ അകത്ത് ഇത് ഹെഡിങ് നമ്പർ 2, 3, 4, 5, 6 അങ്ങനെ ഈ സൈസ് ഇങ്ങനെ കുറഞ്ഞ് വരും. സോ ഇതാണ് ഹെഡിങ് ടാഗ് ബേസിക്കലി. സോ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് മുഴുവനായിട്ട് ഇതാണെങ്കിൽ, സോ നിങ്ങൾ ബേസിക് സ്ട്രക്ചർ ഓൾറെഡി പറഞ്ഞതാണ്, ഹെഡിങ് എലമെൻ്റ് ആണ്. ദെൻ ബോഡിൻ്റെ അകത്ത് ഞാൻ H1, H2 എഴുതി. ദെൻ H1 ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെഡിങ്, സോ അതിന് കൊടുത്തു. ദെൻ H2 കൊടുത്തു, H3 കൊടുത്തു, 3 വരെ കൊടുത്തിട്ടുള്ളൂ ഞാൻ. സോ നോക്കാം, നിങ്ങൾ ഇപ്പോൾ വെബ് പേജ് ആയിട്ട് തുറന്നു വരുമ്പോൾ ഔട്ട്പുട്ട് കാണിക്കുന്നതാണത്. ദിസ് ഇസ് ദ മെയിൻ ഹെഡിങ് ഓഫ് ദ പേജ്. ഇത് H1ൻ്റെ അകത്ത് കൊടുത്താണ്. അല്ലെ, ടൈറ്റിലിനകത്ത് കൊടുത്തത് ഇവിടെ വരും അല്ലേ. നിങ്ങൾ ആ പ്രോഗ്രാമിൽ ടൈറ്റിൽ എന്നുള്ളടത്ത് കൊടുത്ത എലമെൻ്റ് ഇതെന്താണോ ഹെഡിങ് എലമെൻറ്റ്സ് ഉള്ളത്, നിങ്ങൾ വെബ് പേജ് തുറക്കുമ്പം ആ ടാബിൻ്റെ മുകളിൽ കാണും. ദെൻ ഹെഡ് ക്ലോസ് ചെയ്ത് നമ്മൾ ബോഡി ദിസ് ഈസ് ദ മെയിൻ ഹെഡിങ് ഓഫ് ദ പേജ് H1. അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് കാണാം അല്ലെ, ആ സെൻറ്റൻസ് ഒക്കെ അവിടെ അതേപോലെ വരും അല്ലെ. ദിസ് ഈസ് ദ മെയിൻ ഹെഡിങ് ഓഫ് ദ പേജ്, H1 ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ അത് ആ ഒരു H1, H2, H3ൻ്റെ സൈസ് വേരിയേഷൻ വിത്ത് ആൻ എക്സാമ്പിൾ ഞാൻ കാണിച്ചെന്നുള്ളൂ. സോ ഈ രീതിയിലാണ് നമ്മൾ ഹെഡിങ് ടാഗ് ഉപയോഗിക്കേണ്ടത്. സോ നിങ്ങളെ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പം ആ സൈസ്, ഹെഡിങ്ങിൻ്റെ സൈസ് നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി രണ്ടാമത്തെ ഒരു ടാഗാണ് HTML പാരഗ്രാഫ് ടാഗ്. അതായത് ഒരു പാരഗ്രാഫ് നിങ്ങൾ HTML പേജ് കൊടുക്കുമ്പോൾ അത് പാരഗ്രാഫ് ആയിട്ട് അതിൽ തന്നെ, അതായത് HTML അല്ലെങ്കിൽ വെബ് പേജിൽ ബ്രൗസറിൽ തുറന്നു വരാൻ വേണ്ടിയിട്ട് അതിന് പാരഗ്രാഫ് എന്നുള്ള ടാഗ് കൊടുക്കണം. P ആണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്റർ. ഓക്കെ, സോ HTML പാരഗ്രാഫ് ഓർ HTML P ടാഗ് സോ ഈസ് യൂസ്ഡ് ഫോർ ഡിഫൈൻ എ പാരഗ്രാഫ് ഇൻ എ വെബ് പേജ്. ഒരു വെബ് പേജിൻ്റെ അകത്ത് പാരഗ്രാഫിനെ ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ HTML പാരഗ്രാഫ് ഉപയോഗിക്കുക. P ആണ് അതിന് ഉപയോഗിക്കുന്ന ലെറ്റർ. ഹെഡിങ്ങിന് H ഉപയോഗിച്ച പോലെ. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ, സീ ഹൗ ഇറ്റ്സ് വർക്ക്. സോ ഇറ്റ് ഈസ് നോട്ടബിൾ പോയിന്റ് ദാറ്റ് ബ്രൗസർ ഇറ്റ് സെൽഫ് ആഡ് ആൻ എംപ്റ്റി ലൈൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ പാരഗ്രാഫ്. സോ നിങ്ങൾ പാരഗ്രാഫ് എന്നുള്ളൊരു ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അത് ഒരു ലൈൻ ഗ്യാപ്പ് വിടും. ആ പാരഗ്രാഫ് തുടങ്ങുന്നതിന് മുമ്പും തുടങ്ങിയതിന് ശേഷം ഒരു ലൈൻ ഗ്യാപ്പ് അവിടെ വിടും, ബ്ലാങ്ക് സ്പേസ്. സോ an HTML P tag indicate starting of new paragraph. സോ ഒരു ന്യൂ പാരഗ്രാഫിനെയാണ് ഈ സ്റ്റാർട്ടിംഗ് P വെച്ചിട്ട് ഉപയോഗിക്കുന്നത്. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്ത് അത് ക്ലോസ് ചെയ്യാൻ വേണം, അതിന് ക്ലോസിംഗ് ടാഗ് വേണം /P വെച്ചിട്ട് അല്ലേ, /P ദെൻ ഈ ക്ലോസിംഗ് എലമെൻറ്റ്. സോ എക്സാമ്പിൾ നമുക്ക് നോക്കാം. P, this is the first paragraph ആണ്, this is the second paragraph, this is the third paragraph. മീൻസ് 3 പാരഗ്രാഫ് കൊടുത്തു. ഇത് ഞാൻ സംഭവം ഇവിടെ എക്സാമ്പിൾ ഒരു ലൈനേ കൊടുത്തിട്ടുള്ളൂ എങ്കിലും നിങ്ങൾ വെബ് പേജ് വരുമ്പം ചിലപ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് ഒക്കെ ഉണ്ടാവും. അത് പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് വെബ് പേജിൽ കാണണമെങ്കിലാണ് ഇങ്ങനെ മൾട്ടിപ്പിൾ പാരഗ്രാഫായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ഓരോ ലൈനും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വെബ് പേജിൽ മൾട്ടിപ്പിൾ പാരഗ്രാഫ്സ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മൾട്ടിപ്പിൾ P ഉപയോഗിച്ചാൽ മതി. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പം ദിസ് ഈസ് എ ഫസ്റ്റ് പാരഗ്രാഫ്. ഇവിടെ സ്പേസ് കാണാം നിങ്ങൾക്ക്. ഈ സ്പേസ് വരാനുള്ള കാരണം ഓരോ പാരഗ്രാഫ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും എൻഡ് ചെയ്യുന്നതിന് മുമ്പും അതിന് ശേഷവും ഒരു ബ്ലാങ്ക് സ്പേസ് അവർ വെബ് ബ്രൗസറിൽ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഓരോ ലൈനിൻ്റെ അടുക്കും വരാൻ കാരണം. സോ നെക്സ്റ്റ് HTML ബ്രേക്ക് ടാഗ്, അതിന് BR എന്നുള്ളതാണ്. ബ്രേക്ക് ടാഗ് മീൻസ് നിങ്ങളൊരു ലൈന് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഉള്ള ടാഗാണ് എന്ത്, ബ്രേക്ക് ടാഗ്. HTML BR ടാഗ് ഈ യൂസ്ഡ് ഫോർ ലൈൻ ബ്രേക്ക് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ദ പാരഗ്രാഫ് എലമെൻറ്റ്. പാരഗ്രാഫിൻ്റെ അകത്ത് ഒരു ലൈനിലെ എലമെൻറ്റ് ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ലൈനിലേക്ക് പോക്കണമെങ്കിലാണ് നമ്മൾ ഈ BR ടാഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഈ BR ടാഗ് അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള ഹെഡ് ടാഗ് എല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, കാരണം അത് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ഇത് കൺസെപ്റ്റ് മനസ്സിലാവാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി ഇത്രയും ടാഗുകൾ എണ്ണം. സോ BR ടാഗ് മീൻസ് ലൈൻ ബ്രേക്കിന് വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫോളോയിങ് എക്സാം ഷോ BR യൂസ് വിത്ത് P എലമെൻറ്റ്. ഒരു പാരഗ്രാഫിൻ്റെ അകത്താണ് സാധാരണ നമ്മൾ BR എലമെൻറ്റ് കൊടുക്കുക, കാരണം ഒരു പാരഗ്രാഫ് തുടങ്ങിയിട്ടാണ് അതിൻ്റെ അകത്ത് ലൈൻസിനെ ബ്രേക്ക് ചെയ്യാനൊക്കെയാണ് നമ്മൾ P കൊടുക്കുന്നത്. സോ ഒരു സ്മോൾ പ്രോഗ്രാമാണ് ഇവിടെ, ഒരു മീൻസ് HTML കോഡാണ് ഇവിടെ കൊടുത്തത്. സോ അതിന് ഇവിടെ നിങ്ങൾ കൊടുക്കുക യൂസ് ലൈൻ ബ്രേക്ക് വിത്ത് പാരഗ്രാഫ് ടാഗ് H2. ഇത് ഹെഡിങ് ആണത്, H2 എന്നുള്ള സൈസിൽ ഹെഡിങ് കൊടുത്തു. ഇത് ഞാനൊരു പാരഗ്രാഫ് തുടങ്ങി ഇവിടെ P. സോ ഫസ്റ്റ് തന്നെ BR ഒരു ലൈൻ ബ്രേക്ക് ആണ്. പപ്പ ആൻഡ് മമ്മ ആൻഡ് ബേബി ആൻഡ് ഡോട്ട്, ഇവിടെ ഒരു കോമ ട്രാൻസിഷൻ BR കൊടുത്തു. ദെൻ ഞാൻ കോഡിൽ എന്ത് ചെയ്തി, കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ എൻ്റർ ഒന്നും അടിക്കാതെ തന്നെ വില്ലി ആൻഡ് മീ, ദെൻ വേൾഡ് ഓഫ് ദി ലോട്ട്, ദെൻ ഒരു BR ടാഗ് കൊടുത്തു ഓഫ് യൂസ്. സോ ഈ രീതി ഇവിടെ BR വന്നു. ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കുക നിങ്ങൾ, പപ്പ ആൻഡ് മമ്മ ആൻഡ് ബേബി ആൻഡ് ഡോട്ട്. ദ BR കൊടുത്ത് എന്ത് ചെയ്തു, ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് അടുത്ത ലൈനിലേക്ക് പോയി. അതായത് മീൻസ് നമ്മളൊരു എൻ്റർ അടിക്കുന്ന പോലെയൊക്കെ ഒരു എഫക്റ്റ്. സോ നിങ്ങൾ ഓർത്ത് വെക്കുക, BR എലമെൻറ്റിന് ഒരിക്കലും അല്ലെങ്കിൽ BR ടാഗിന് ഒരു ക്ലോസിങ് BR ആവശ്യമില്ല അല്ലേ. /back ഇട്ടിട്ട് ഒരു BR ആവശ്യമില്ല.
അതിന് ക്ലോസ് അല്ലെങ്കിൽ ടാഗ് ആവശ്യമില്ലാത്ത ടാഗാണ് എന്ത് BR ടാഗ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ എവിടെയാണോ BR വന്നത് അവിടെ ലൈൻ കട്ടായി അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ദെൻ HR ടാഗ് ഒറിസോണ്ടൽ ലൈൻ വരക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് HTML HR ടാഗ് ഈസ് യൂസ്ഡ് ടു അപ്ലൈ ഒറിസോണ്ടൽ ലൈൻ ബിറ്റ്വീൻ ടു സ്റ്റേറ്റ്മെൻറ്റ് ഓർ ടു പാരഗ്രാഫ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഒറിസോണ്ടൽ ലൈൻ വരക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക, HR ടാഗ് ഉപയോഗിക്കുക. ഫോളോയിങ് ഇത് എക്സാമ്പിൾ ഫോർ HR ടാഗ് ഉപയോഗിച്ച് എങ്ങനെയാണെന്നുള്ളൊരു എക്സാമ്പിളാണ്. സോ ഇവിടെ ഇങ്ങനെ ഹെഡിങ് കൊടുത്തു. നോക്കുക നിങ്ങളിവിടെ ഈ പാരഗ്രാഫ് തുടങ്ങി ഇവിടെ P and HTML HR tag arrow horizontal line and separate two paragraph with that lines. Then ഇവിടെ ഞാൻ ഒരു HR കൊടുത്തു. It will start a new paragraph. So ഒരു HR കൊടുത്താൽ അവിടെ ഒരു എവിടെയാണോ നമ്മൾ HR കൊടുത്തത് ലൈനിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ HR കൊടുത്തത് അവിടെ വരെ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ഒന്നും ഞാൻ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോയി അവിടെ ഒരു സെപ്പറേഷൻ ലൈനും കൂടെ വരുന്നുണ്ട്. സോ BR-നെക്കാട്ടിലും BR ജസ്റ്റ് നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്നില്ലെങ്കിൽ HR എന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ചെയ്ത് അടുത്ത പാരഗ്രാഫ് മറ്റേ ലൈൻ സ്റ്റാർട്ട് ചെയ്യും. ദെൻ തൊട്ട് മുമ്പത്തെയും അവസാനം ഉണ്ടായ പാരഗ്രാഫിൻ്റെ അടുക്കൊരു ഹൊറിസോണ്ടൽ ലൈനും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് HR ടാഗ്. ഇതിനും എന്തില്ല, ക്ലോസിംഗ് ടാഗ് ആവശ്യമില്ല HR ടാഗിന്. സോ ദെൻ HTML ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ HTML ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് മീൻസ് പ്രോസസ് ഓഫ് ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് ഓർ ബെറ്റർ ലുക്ക് ആൻഡ് ഫീൽ. നമുക്ക് നമ്മുടെ HTML പേജിൽ വെബ് ബ്രൗസർ ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലെ ലുക്ക് വൈസിലെ അതിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ മീൻസ് ഒരു എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കൺവേ ചെയ്യണം നമ്മൾ വെബ് ബ്രൗസറിൽ. ആൾക്കാർ നിൽക്കാം നമ്മൾ വെബ് പേജിൽ, നമ്മളെ വെബ് പേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യാൻ റെഡി ആവണമെങ്കിൽ അത് കുറച്ച് എന്താ പറയുക ഗുഡ് ലുക്കിംഗ് ആയിരിക്കും. സോ ആ ഒരു ഫോർമാറ്റിംഗ്, അത് ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റിംഗ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വെബ് പേജിൽ വരുന്നത്. സോ HTML പ്രൊവൈഡ് എബിലിറ്റി ടു ഫോർമാറ്റ് ടെക്സ്റ്റ് വിത്തൗട്ട് യൂസിങ് CSS. സോ CSS എന്നുള്ളത് എന്താ നമ്മൾ പറയും, ഡീറ്റെയിൽ ആയിട്ട് അവസാനത്തെ മുടിയുള്ള ഒരു ഭാഗം തന്നെ CSS-നാണ്. ഓക്കെ, അത് നമ്മളപ്പം പറയാം. സോ CSS ഉപയോഗിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമ്മളിപ്പോൾ സാധാരണ HTML ഒക്കെ ചെയ്യുമ്പോൾ CSS ഉപയോഗിച്ചിട്ടാണ് ഒരുവിധം എല്ലാ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് കുറച്ച് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദർ ആർ മെനി ഫോർമാറ്റിംഗ് ടാഗ് ഇൻ HTML. These tags are used to make text bold, italics and underline. Means അണ്ടർലൈൻ ചെയ്യുക, ബോൾഡ് ഇറ്റലൈസ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ടെക്സ്റ്റ് ഫോർമാറ്റിംഗിൽ വരുന്നത്. സോ ഇൻ HTML the formatting tag are divided into two categories. One is physical tag, second one is logical tag. രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റ് ടാഗ്, വലിയ വ്യത്യാസമൊന്നുമില്ല. These tags are used to provide means physical tag means these tags are used to provide the visual appearance to the text. നമ്മൾക്ക് വിഷ്വലി കാണാൻ ഒരു അപ്പിയറൻസിൽ വരുന്ന മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് ടാഗിനെയാണ് നമ്മൾ ഫിസിക്കൽ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഫിസിക്കലി കാണാൻ വേണ്ടി മാത്രമാണ്, അതിൽ വേറെ മീനിങ് കാര്യങ്ങളില്ല. ബോൾഡ് ആക്കാൻ തന്നെ ജസ്റ്റ് ഫിസിക്കലി അത് ബോൾഡ് ആക്കുന്നു, വേറെ ഉദ്ദേശമൊന്നുമില്ല അതിന്. അതേ സ്ഥാനത്ത് വേറെ കുറച്ച് ടാഗ് ഉണ്ട്, ലോജിക്കൽ ടാഗ്. സോ ദിസ് ടാഗ് ആർ യൂസ്ഡ് ടു ആഡ് സം ലോജിക്കൽ ഓർ സെമാൻറ്റിക് വാല്യൂ ടു ടെക്സ്റ്റ്. അതിന് ജസ്റ്റ് ചിലപ്പോൾ ബോൾഡ് ആക്കായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇറ്റാലിക് ആക്കായിരിക്കും. ഈ ലോജിക്കൽ ടാഗ് ഉപയോഗിച്ച് നമുക്ക് ബോൾഡ് ആക്കാം, ഇറ്റാലിക് ഒക്കെ ആക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു സെമാൻറ്റിക്കൽ മീനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ആ രീതിയിൽ ചെയ്യുന്നത്. സോ അതിന് കുറച്ചും കൂടെ മീനിങ് ഉണ്ട്. മറ്റേ ജസ്റ്റ് ബോൾഡ് ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ചേഞ്ച് വരുത്താൻ വേണ്ടി മാത്രമാണ് ഫിസിക്കൽ ടാഗ്. ദെൻ ലോജിക്കൽ ടാഗിലേക്ക് വരുമ്പം അതൊരു കുറച്ചും കൂടെ സെമാൻറ്റിക് മീനിങ്, സെമാൻറ്റിക് വാല്യൂസ് അതിന് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ ടാഗുകൾ കൊടുക്കുന്നത്. നോക്കാം, കുറച്ച് മാത്രമേ ഉള്ളൂ ലോജിക്കൽ ടാഗ്, ബാക്കിയെല്ലാം ഫിസിക്കൽ ടാഗാണ്. സോ ബോൾഡ് ടാഗ് ഫസ്റ്റ് ടാഗാണ്. HTML B. സോ ബോൾഡിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ B എന്നുള്ളതാണ്. എലമെൻറ്റ് ഈസ് എ ഫിസിക്കൽ ടാഗ് സോ വിച്ച് ഡിസ്പ്ലേ ടെക്സ്റ്റ് ഇൻ ബോൾഡ് ഫോണ്ട് വിത്തൗട്ട് എനി ലോജിക്കൽ ഇമ്പോർട്ടൻസ്. സോ ലോജിക്കൽ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊന്നുമില്ല. ഈ B ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബോൾഡിലായിട്ട് വരും. സോ ഇഫ് യു റൈറ്റ് എനിത്തിങ് വിത്തിൻ B ആൻഡ് ക്ലോസ് B അല്ലേ, രണ്ട് ടാഗ് ഇത്. സോ ഇതിന് ക്ലോസിംഗ് ടാഗ് ഉണ്ട്. എലമെൻറ്റ് ഇറ്റ് ഷോൺ ഇൻ ബോൾഡ് ലെറ്റർ. സോ ഇതിനകത്ത് നമ്മൾ എന്ത് എഴുതിയാലും അത് ബോൾഡ് ലെറ്ററിൽ വരും. സോ ഒരു പ്രോഗ്രാം നോക്കാം, B. സോ റൈറ്റ് യുവർ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻ ബോൾഡ്. സോ നിങ്ങൾക്ക് നോക്കാം, ഞാൻ ഇവിടെ B സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ആ B ക്ലോസ് ചെയ്തു. സോ ഔട്ട്പുട്ട് വരുമ്പം റൈറ്റ് യുവർ ഫസ്റ്റ്. സോ എന്താണോ ഈ ബീൻ്റെ അകത്ത് വന്നത് അത് മാത്രമേ ബോൾഡ് വരുള്ളൂ, ബാക്കിയെല്ലാം നോർമലായിട്ട് വരും. ഓക്കെ, ഇതാണ് ബോൾഡ് ടെക്സ്റ്റ്, അധികം പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, രണ്ടാമത്തത് സ്ട്രോങ്. സ്ട്രോങ്ങും നമുക്ക് സാധാരണ ചെയ്യുന്നത് ബോൾഡ് ഫോർമാറ്റിലേക്ക് മാറ്റാൻ ചെയ്യുന്നത്, പക്ഷേ ഇത് ലോജിക്കൽ ടാഗാണ്. ഓക്കെ, സ്ട്രോങ് എന്നുള്ള ടാഗ് ഇറ്റ്സ് എ ലോജിക്കൽ ടാഗ് വിച്ച് ഡിസ്പ്ലേ ദ കണ്ടന്റ് ഇൻ ബോൾഡ് ഫോണ്ട് ആൻഡ് ഇൻഫോം ദ ബ്രൗസർ അബൌട്ട് ഇറ്റ്സ് ലോജിക്കൽ ഇമ്പോർട്ടൻസ്. സോ ഇതിനൊരു ലോജിക്കൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ലോജിക്കൽ മീനിങ് കൂടെ ഉള്ള സമയത്താണ് നമ്മൾ സ്ട്രോങ് എന്നുള്ള സാധനം കൊടുക്കുക, അത് വെബ് ബ്രൗസറിന് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇഫ് യു റൈറ്റ് എനിത്തിങ് ബിറ്റ്വീൻ സ്ട്രോങ് ഈ ഷോൺ ഇൻ ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ്, അതായത്
സ്ട്രോങ് ഇതിന് ഒരു ക്ലോസ് ഓപ്പണിംഗ് ടാഗും ഒരു എൻഡിങ് ടാഗിൻ്റെ അകത്ത് നമ്മൾ എന്ത് എഴുതിയാലും അത് ബ്രൗസറിലേക്ക് വരുമ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് ടാഗ് ആയിട്ടാണ്, മീൻസ് ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ആയിട്ടാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ പി സ്ട്രോങ്, ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റ്, ആൻഡ് സ്ലോ സ്ട്രോങ്, ആൻഡ് ദിസ് ഈസ് നോർമൽ കണ്ടൻറ്റ്. സോ അത് മാത്രം എന്ത് ചെയ്യും, ഒന്ന് ബോൾഡായിട്ട് വരും. സോ ആക്ച്വലി ബോൾഡിൻ്റെ അതേ എഫക്റ്റ് തന്നെ ആണെങ്കിലും പക്ഷേ ഇതിനൊരു ലോജിക്കൽ മീനിങ് കൂടെ നമ്മൾ വെബ് ബ്രൗസറിന് കൊടുക്കാൻ പറ്റും നമുക്ക്. അതാണ് ഇവിടെ വ്യത്യാസം. മൂന്നാമത്തത് ഇറ്റാലിക് ടെക്സ്റ്റ് ആണ്. നമുക്കറിയാം ഇറ്റാലിക് ടെക്സ്റ്റ് എന്നാൽ ഇറ്റാലിക് ഫോർമാറ്റിലേക്ക് എഴുതുന്നതാണ്. സോ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് എന്താണ്, ഐ ടാഗാണ്. ഓക്കെ, സോ ഇറ്റ്സ് എ ഫിസിക്കൽ എലമെൻറ്റ് വിച്ച് ഡിസ്പ്ലേ ദ എൻക്ലോസ്ഡ് കണ്ടന്റ് ഇൻ ഇറ്റാലിക് ഫോൺ വിതൗട്ട് എനി ആഡഡ് ഇമ്പോർട്ടൻസ്. സോ അതിൻ്റെ അകത്ത് വരുന്ന വാല്യൂസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് എല്ലാം എന്തായിരിക്കും, ഇറ്റാലിക്കിലായിരിക്കും മാറും. അതിനല്ലാതെ വേറെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊന്നുമില്ല. സോ ഇഫ് യു റൈറ്റ് എനിത്തിങ് വിതിൻ ഐ ആൻഡ് ക്ലോസിംഗ് ഐ എലമെൻറ്റ്സ് ടാഗ് ഇറ്റ്സ് ഷോൺ ഇൻ ഇറ്റാലിക് ലെറ്റർ. എക്സാമ്പിൾ നോക്കാം, ഐ റിട്ട് യുവർ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻ ഇറ്റാലിക് ടെക്സ്റ്റ്. സോ അവിടെ /i വെച്ചത് പാരഗ്രാഫ് കഴിഞ്ഞ ശേഷമാണ്. സോ അതുവരെയുള്ളതെല്ലാം ഇറ്റാലിക്സിലാവും, അതിനുള്ള നോർമൽ ടെക്സ്റ്റ് ആയിട്ട് മാറും. സോ ഇതാണ് ഇറ്റാലിക് ടാഗ്. സോ ഐ ടാഗ്. രണ്ടാമത്തത് HTML EM ടാഗ്, മീൻസ് എംഫസൈസ് ടാഗിലാണ്. ഇറ്റ്സ് എ ലോജിക്കൽ elements which will display the enclosed content italic font with added semantic importance. സോ ഒന്നുകൂടി സെമാൻറ്റിക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മീൻസ് നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ട ഇറ്റാലിക്സ് ആക്കുന്നത് തന്നെയാണ് ഇവിടെ ചെയ്തത്. ദിസ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് /m വിച്ച് വിൽ ഡിസ്പ്ലേ ഇൻ ഇറ്റാലിക്സ് ഫോണ്ട്. സോ ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് എന്നുള്ളത് വരെ ഇറ്റാലിക്സിൽ വരും, ബാക്കിയെല്ലാം സാധാരണ നോർമൽ ഫോണ്ടിൽ വരും. സോ EM-ഉം I-യും ചെയ്യുന്ന പർപ്പസ് സെയിം ആണ്. ഒന്ന് ലോജിക്കലാണ്, ഒന്ന് ഫിസിക്കലാണ്. അത് മാത്രമേ അവിടെ വ്യത്യാസമുള്ളൂ. Then HTML marked formatting. If you want to mark or highlight a text, you would write content within a mark and /mark. അത് ക്ലോസിംഗ് ടാഗ് സ്റ്റാർട്ടിംഗ് ടാഗിൻ്റെയും ക്ലോസിംഗ് ടാഗിൻ്റെയും എന്ത് ചെയ്താലും അത് മാർക്ക് ചെയ്ത് വരും. മാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സാമിന് ഒരു യെല്ലോ കളറിലൊക്കെ വരുന്നില്ല, അതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ ഔട്ട്പുട്ട് നോക്കാം. സോ ദിസ് ഈസ് ഐ വാണ്ട് ടു പുട്ട് എ മാർക്ക് ഓൺ യുവർ ഫേസ്. സോ ഈ മാർക്കിൻ്റെ അതേപോലെ ക്ലോസ് മാർക്ക് ടാഗിൻ്റെ അകത്ത് മാർക്ക് എന്നുള്ളതാണത്, അത് മാത്രം ഇവിടെ എന്തായി യെല്ലോ കളറിൽ ഔട്ട്പുട്ട് കാണാം നിങ്ങൾക്ക്. സോ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് എന്നുള്ള ഫോർമാറ്റിംഗ് ടാഗ് ഉപയോഗിക്കുന്നത്. ദെൻ അണ്ടർലൈൻ ടെക്സ്റ്റ് അറിയാവുന്നതാണ്. അണ്ടർലൈൻ ടെക്സ്റ്റിന് അണ്ടർലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇഫ് യു റൈറ്റ് എനിത്തിങ് വിത്തിൻ യു ആൻഡ് /u മീൻസ് ക്ലോസിംഗ് ടാഗ് എലമെന്റ് ഈസ് ഷോൺ അണ്ടർലൈൻ ടെക്സ്റ്റ്. സ്ട്രൈക്ക് ടെക്സ്റ്റ് മീൻസ് എനിത്തിങ് റിട്ടൺ within the strike and closing strike element display the strike through. ഒരു ലെറ്ററിൻ്റെ നടുവ് കൂടെ സ്ട്രൈക്ക് ത്രൂ കൊടുക്കുക. ഒന്ന് അണ്ടർലൈൻ വേണ്ടിയിട്ടാണ് യു കൊടുക്കുന്നത്. സ്ട്രൈക്ക് കൊടുത്താൽ ആ എഴുതിയ കണ്ടന്റ്, ഇതിൻ്റെ അകത്ത് എഴുതിയ കണ്ടന്റ് എന്താണോ അതിൻ്റെ സെൻറ്റർ കൂടെ ഒരു ലൈൻ കൊടുക്കും. നിങ്ങൾക്ക് സാധാരണ വേർഡിലൊക്കെ കാണാം സ്ട്രൈക്ക് ത്രൂ കൊടുക്കാൻ. എക്സാമ്പിൾ കാണിക്കാം. സോ ഇറ്റ് ഇസ് തിൻ ലൈൻ വിച്ച് ക്രോസ് ദി സ്റ്റേറ്റ്മെൻറ്റ്. സോ ഒരു തിൻ ലൈൻ വെച്ചിട്ട് നമ്മൾ എന്താണോ ഇതിൻ്റെ അകത്ത് എഴുതി അത് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുന്നതാണ്. എക്സാമ്പിൾ നോക്കാം നിങ്ങൾ. സോ റൈറ്റ് യുവർ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻ അണ്ടർലൈൻ ടെക്സ്റ്റ്. സോ ഞാൻ യുവിൻ്റെ അകത്താണ് കൊടുത്തത്. സോ അവിടെ നിങ്ങൾക്ക് കാണാം ഒരു റൈറ്റ് യുവർ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻ അണ്ടർലൈൻ വന്നു ഇവിടെ. അതേപോലെ സ്ട്രൈക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഒരു പാരഗ്രാഫിൻ്റെ അകത്ത് സ്ട്രൈക്ക് എഴുതി അതിൻ്റെ അകത്ത് എന്ത് എഴുതുന്നു അതെല്ലാം എന്തായി പോകും, ഈ രീതിയിൽ ആ പാരഗ്രാഫ് എന്താണോ അത് എഴുതി അതങ്ങനെ വരും. ഒരു ക്രോസ് അല്ലെങ്കിൽ ഒരു ലൈൻ ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകും. സോ അതിനാണ് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുക. സോ അതിനാണ് നമ്മൾ സ്ട്രൈക്ക് എന്നുള്ള ഫോർമാറ്റിംഗ് ടാഗ് ഉപയോഗിക്കുക. വളരെ സിമ്പിളാണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കുകയും ചെയ്യാം ഒരു കോഡൊക്കെ. ദെൻ മോണോസ്പേസ് ഫോണ്ട്. Monospaced font means if you want that each letter has the same width, then you want to write the content within TT. രണ്ട് ടീൻ്റെ അകത്ത്, അതാണ് മോണോസ്പേസ് ഫോണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തൊരു ക്ലോസിംഗ് എലമെൻറ്റും. സോ വി നോ ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ഫോണ്ട് ആർ നോൺ ആസ് വേരിയബിൾ വിഡ്ത്ത് ഫോണ്ട് ബിക്കോസ് ഓഫ് ദ ഡിഫറെൻറ്റ് വിഡ്ത്ത്. അതായത് നിങ്ങളെ ഇംഗ്ലീഷ് ആൽഫബറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ പറഞ്ഞു W എടുക്കുന്ന ലെങ്ത് അല്ല വിഡ്ത്ത് അല്ല ആരെടുക്കുക, I എടുക്കുക അല്ലേ. I എഴുതാൻ കുറച്ച് സ്പേസ് മതി, നമുക്ക് വീതി മതി. W എടുക്കാൻ എന്ത് വേണം, കുറച്ചധികം സ്പേസ് വേണം അല്ലേ. അല്ലെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ ഈ മോണോസ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ എഴുതുന്ന കണ്ടന്റിന് എല്ലാം അല്ലെങ്കിൽ എല്ലാ ആൽഫബറ്റ്സിനും സെയിം ലെങ്ത് മാത്രമേ എടുക്കുള്ളൂ, അല്ലെങ്കിൽ സെയിം സ്പേസ് മാത്രമേ എടുക്കുള്ളൂ. അതിനാണ് നമ്മൾ മോണോസ്പേസ് എന്ന് പറയുന്നത്. അങ്ങനെ കൊടുക്കണമെങ്കിൽ നമ്മൾ 2T എന്നുള്ള ടാഗാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്ത് എഴുതിയാലും അതിൽ മോണോസ്പേസിലായിരിക്കും. ഞാൻ ഡിഫറൻസ് കാണിച്ചു തരാം. മോണോസ്പേസ് ഫോണ്ട് പ്രൊവൈഡ് സിമിലർ സ്പേസ് എമംഗ് എവരി ലെറ്റർ. സോ മോണോസ്പേസ് വെച്ച് നിങ്ങൾക്ക് എന്താ വരും, എല്ലാ ലെറ്ററിനും സെയിം സ്പേസ് കൊടുത്തിട്ടായിരിക്കും അത് എഴുതുന്നത്. സോ ഇവിടെ നോക്കുക, ഹലോ. ദെൻ ഇവിടെ മോണോസ്പേസിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. റൈറ്റ് യുവർ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻ മോണോസ്പേസ് ഫോണ്ട്. ഹലോ, റൈറ്റ് യുവർ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻ മോണോസ്പേസ് ഫോണ്ട്. സോ ഇത് ഞാൻ എന്ത് ചെയ്തു,
മോണോസ്പേസിൽ അല്ലാതെ കൊടുത്തു. ഇവിടെ ഞാൻ ഈ ഒരു ഫസ്റ്റത്തെ പിയിൽ പാരഗ്രാഫിൽ മാത്രം ടി ടി കൊടുത്തിട്ടുള്ളൂ, രണ്ടാമത്തെ പി ടി ടി കൊടുത്തിട്ടില്ല. നോക്കുക നിങ്ങൾ, ഇതെല്ലാം ഒരേ സ്പേസാണ്. അതായത് എല്ലാ ആൽഫബറ്റും ഇവിടെ എന്തെടുക്കും, ഒരേ സ്പേസ് മാത്രം എടുത്തിട്ടാണ് ഇത് നമ്മുടെ ബ്രൗസറിൽ വരിക. പക്ഷേ ഇവിടെ എന്തെടുക്കും, നമ്മൾ സാധാരണ ഇംഗ്ലീഷ് എഴുതുമ്പോൾ നമുക്കറിയാം ഓരോ ആൽഫബറ്റിനും ഡിഫറെൻറ്റ് സ്പേസ് ആയിട്ട് വേണ്ടിയിട്ട് ആ രീതിയിൽ തന്നെയാണ് ഇത് എടുക്കുന്നത്. സോ ഇവിടെ മോണോ സ്പേസ് ആണ് എടുത്തത്, അതുകൊണ്ടാണിത് ആ രീതിയിൽ വരുന്നത്. സോ ഇതിനാണ് നമ്മൾ മോണോ സ്പേസ് കൊണ്ടുവന്നത്. അതിനുപയോഗിക്കുന്ന ഫോണ്ട് അല്ലെങ്കിൽ ടാഗ് ആണെന്ത്, 2 T's അല്ലെ, സ്മോൾ ടി ആണ്. നമ്മൾ എല്ലാ ടാഗിനും സാധാരണ സ്മോൾ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക. ദെൻ സൂപ്പർസ്ക്രിപ്റ്റ് ടെക്സ്റ്റ്. നിങ്ങൾക്കറിയാം സൂപ്പർസ്ക്രിപ്റ്റ് എന്നാൽ നമ്മളിപ്പം x² എഴുതണം അല്ലേ, x², x⁴2 അങ്ങനെയൊക്കെ എഴുതണം. സോ ആ സമയത്ത് നമുക്കറിയാം സാധാ ടെക്സ്റ്റ് എഴുതാൻ തൊട്ട് മുകളിലായിട്ടാണ് ഇത് എഴുതുക അല്ലെ, ആ രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർസ്ക്രിപ്റ്റ് ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. ഇഫ് യു പുട്ട് എ കണ്ടന്റ് വിത്തിൻ, സോ സൂപ്പർസ്ക്രിപ്റ്റിൻ്റെ ടാഗാണ് SUP. ഓക്കെ, അതിന് ക്ലോസിങ് /SUP എലമെൻറ്റ്. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് എഴുതിയാലും അത് എന്തായിട്ട് വരും, സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് വരും. സോ ഇറ്റ്സ് ഷോൺ ഇൻ സൂപ്പർസ്ക്രിപ്റ്റ് മീൻസ് ഇറ്റ് ഈസ് ഡിസ്പ്ലേഡ് ഹാഫ് എ ക്യാരക്ടേഴ്സ് ഹൈറ്റ് എബോവ് ദി അതർ ക്യാരക്ടേഴ്സ്. അതായത് സാധാരണ നമ്മൾ എഴുതുന്നതിന് കുറച്ച് മുകളിലായിട്ടാണ് ഇത് വരിക. എക്സാമ്പിൾ കാണിച്ചു തരാം. ദെൻ സബ്സ്ക്രിപ്റ്റ് എന്നാൽ എന്തായിരിക്കും, സൂപ്പർസ്ക്രിപ്റ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് താഴേക്ക് വരും. ഹാഫ് ലെറ്റർ ക്യാരക്ടർ താഴേക്ക് കാണിക്കുന്നതാണ് അല്ലേ. നമ്മൾ log 10 ഒക്കെ എഴുതുന്ന സമയത്ത് അല്ലേ, log 10 log 2 ബേസ് E നമുക്ക് എഴുതുന്ന സമയത്ത് ഈ എഴുതുന്ന നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആണ് എഴുതുക അല്ലേ, അങ്ങനെ എഴുതുന്ന സമയത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. സോ അതിന് ഉപയോഗിക്കുന്ന ടാഗാണ് എന്ത്, SUB. സോ ഈ സ്റ്റാർട്ടിംഗ് ടാഗിൻ്റെയും എൻഡിങ് SUBൻ്റെ അടുത്ത് എന്ത് എഴുതിയാലും അത് എന്തായിട്ട് വരും, സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരും. മീൻസ് ഇറ്റ് ഡിസ്പ്ലേ ഹാഫ് ക്യാരക്ടേഴ്സ് ഹൈറ്റ് ബിലോ ദി അതർ ക്യാരക്ടേഴ്സ്. എക്സാമ്പിൾ നോക്കുക നിങ്ങൾ. സോ റൈറ്റ് യുവർ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻ സൂപ്പർസ്ക്രിപ്റ്റ്, ഹലോ എന്നെഴുതി ഞാൻ. അതിന് ശേഷമാണ് ഞാൻ സൂപ്പർസ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്, SUP, ദെൻ ഇവിടെ എൻഡ് ചെയ്തു. നോക്കുക നിങ്ങൾ, ഹലോ കഴിഞ്ഞിട്ട് ഒരു ഹാഫ് പാരഗ്രാഫ് അല്ലെങ്കിൽ ഹാഫ് ക്യാരക്ടർ ലെങ്ത് മുകളിൽ പോയിട്ടാണ് റൈറ്റ് യുവർ ഫസ്റ്റ് പാരഗ്രാഫ് സൂപ്പർസ്ക്രിപ്റ്റ്. സോ ഇതാണ് സൂപ്പർസ്ക്രിപ്റ്റ്. അതായത് x⁴x അല്ലെങ്കിൽ x⁴n എന്നൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് n എഴുതുന്നത് സൂപ്പർസ്ക്രിപ്റ്റ് ആണ് പറയാം. ദെൻ സബ്സ്ക്രിപ്റ്റ് എഴുതുന്നത് ഹലോ SUB, റൈറ്റ് യുവർ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻ സബ്സ്ക്രിപ്റ്റ് /SUB. സോ ഹലോ കഴിഞ്ഞ ശേഷം സ്റ്റാർട്ട് ചെയ്തു. സോ നോക്കുക നിങ്ങൾ, അത് താഴേക്ക് വന്നു, ഹലോൻ്റെ തൊട്ട് താഴേക്കായിട്ട് വന്നു. ഇതാണ് സബ്സ്ക്രിപ്റ്റ് ടെക്സ്റ്റ് അല്ലേ, വലിയ മാറ്റമൊന്നുമില്ല. അപ്പം SUP സൂപ്പർസ്ക്രിപ്റ്റും SUB സബ്സ്ക്രിപ്റ്റും. Then large text. So if you want to put your font size larger than the rest of the text, then put the content with big and closing big. അതായത് നിങ്ങൾ സാധാരണ ഒരു മീൻസ് ഒരു വെബ് പേജിൽ കുറേ കണ്ടന്റ് ഇങ്ങനെ എഴുതി പോയതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെൻറ്റൻസോ പാരഗ്രാഫോ ഒക്കെ എന്ത് വേണം, കുറച്ച് സാധാരണ പാരഗ്രാഫിനെക്കാട്ടിലും കുറച്ച് സൈസ് കൂടിയിട്ട് വേണം. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബിഗ് എന്നുള്ള ടാഗിൻ്റെ അകത്ത് എഴുതിയാൽ മതി. സോ ഇറ്റ് ഇൻക്രീസ് 1 ഫോണ്ട് സൈസ് ലാർജർ ദാൻ ദ പ്രീവിയസ് വൺ. സോ അത് നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോണ്ടിനെക്കാട്ടിലും 1 സൈസ് അപ്പായിട്ട് ബിഗ് വരും. സോ സ്മോളർ എന്തായിരിക്കും, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണല്ലേ. സ്മോളർ ടെക്സ്റ്റ് മീൻസ് ഇഫ് യു വാണ്ട് ടു പുട്ട് യുവർ ഫോണ്ട് സൈസ് സ്മോളർ ദാൻ ദ റെസ്റ്റ് ഓഫ് ദ ടെക്സ്റ്റ്, ദെൻ പുട്ട് കണ്ടന്റ് വിത്തിൻ സ്മോൾ ആൻഡ് ക്ലോസ് സ്മോൾ ടാഗ്. ഇതിനകത്ത് എന്ത് ചെയ്താലും അതൊരു സൈസ് ലെസ്സർ ആയിരിക്കും. സോ ഇറ്റ് റെഡ്യൂസ് 1 ഫോണ്ട് സൈസ് ലെസ് ദാൻ ദ പ്രീവിയസ്. സോ ഫോണ്ട് സൈസ് 1 ചെറുതായിരിക്കും സ്മോളിൻ്റെ അകത്ത്. എക്സാമ്പിൾ നോക്കുക നിങ്ങൾ, ഹലോ എന്ന് ഞാൻ ബിഗ്, റൈറ്റ് ദ പാരഗ്രാഫ് ഇൻ ലാർജർ ഫോണ്ട്, ബിഗ് ക്ലോസ് ചെയ്തു. നോക്കുക നിങ്ങൾ, ഹലോ എന്ന് എഴുതി, അതിനെക്കാട്ടിലും കുറച്ച് വലുതാണ് എന്ത്, റൈറ്റ് ദ പാരഗ്രാഫ് ഇൻ ലാർജർ ഫോണ്ട്. ദെൻ നെക്സ്റ്റ് ഹലോ സ്മോൾ എന്ന് എഴുതി ഞാൻ, റൈറ്റ് ദ പാരഗ്രാഫ് ഇൻ സ്മോൾ ഫോണ്ട്, അത് ക്ലോസ് ചെയ്തു. സോ ഹലോ എന്ന് എഴുതി. സോ ഈ ഹലോനെക്കാട്ടിലും സ്മോളർ ആണ് എന്ത്, ഈ പാരഗ്രാഫ്, ഈ ലെറ്റേഴ്സ്. സോ ഇതാണ് ലാർജും സ്മോളും. അതിന് ഉപയോഗിക്കുന്ന ടാഗ് ബിഗും സ്മോളും നോക്കി വെക്കുക നിങ്ങൾ. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, നിങ്ങൾക്ക് വെബ് പേജിൽ നിങ്ങൾക്കറിയാം ടെക്സ്റ്റ് മാത്രമല്ല അതിൻ്റെ കൂടെ എന്തുണ്ടാവും, ഇമേജുകളുണ്ടാവും അല്ലേ, ഇമേജുകളുണ്ടാവും, ഫോട്ടോ ആഡ് ചെയ്യാനുണ്ടാവും. ആ ഫോട്ടോ ആഡ് ചെയ്യുന്നതും അതിൻ്റെ കണ്ടൻറ്റ് അതെങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാബിൽ ചെയ്യുന്നതൊക്കെ ഈ ടാഗുകളൊക്കെ ആവശ്യമുണ്ട് കേട്ടോ, അപ്പോൾ നോട്ട് ചെയ്ത് വെക്കണം നിർബന്ധമായിട്ടും. സോ HTML IMG മീൻസ് ഇമേജ് ടാഗിന് ഉപയോഗിക്കുന്ന ടാഗാണ് എന്ത്, IMG. ഓക്കെ, so HTML IMG tag is used to display image on the web page. HTML IMG tag is empty tag that contain attributes only. Closing tag are not used in HTML image element. So image tag in നമ്മൾ എന്ത് ഉപയോഗിക്കാറില്ല, ക്ലോസിംഗ് എലമെൻറ്റ് ഉപയോഗിക്കാറില്ല. മീൻസ് /IMG എന്നുള്ള ടാഗ് വേണ്ടെന്ന് അർത്ഥം. സോ IMG മാത്രം മതി. നോക്കുക നിങ്ങളൊരു എക്സാമ്പിൾ, ഡോക് ടൈപ്പ് HTML ബോഡി ചെയ്ത് നമ്മൾ HTML ഇമേജ് എക്സാമ്പിൾ ഹെഡിങ് കൊടുത്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇമേജ് മാത്രമേ ഇവിടെ ഉള്ളൂ. സോ ഞാനൊരു ടാഗിൻ്റെ അകത്ത് IMG എന്ന് എഴുതി.
IMG എഴുതിയാൽ നിങ്ങൾ നോക്കുക അവിടെ ഒരു SRC സോഴ്സ്, അതായത് നിങ്ങൾ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് അല്ലെങ്കിൽ ഏത് ഇമേജാണ് നമുക്ക് വെബ് പേജിലേക്ക് വേണ്ടതെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സോഴ്സ് കൊടുക്കണം. സോഴ്സ് ഈക്വൽ ടു നിങ്ങൾ double_commയിൽ ഈ ഇമേജിൻ്റെ പേര് നിങ്ങൾ സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, വിത്ത് എക്സ്റ്റൻഷൻ .jpg ആണെങ്കിൽ jpg, .png ആണെങ്കിൽ png ആണിട്ട് double_commയിൽ കൊടുത്തിട്ട് ഒരു സ്ലാഷ് ഇട്ടിട്ട് റെൻഡ് ചെയ്യാം. ഓക്കെ, സോ ഇതിന് ഇങ്ങനെയാണ് ഇമേജ് നമുക്ക് ആഡ് ചെയ്യാം. സോ ഇവിടെ നോക്കുക, ഈ സോഴ്സ് എന്നുള്ളത് നിങ്ങളിവിടെ ഒരു ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഈ ഇമേജിൻ്റെ പേര് കൊടുക്കുന്നതിന് പകരം ഫുൾ പാത്ത് കൊടുക്കുക. പാത്ത് നിങ്ങൾക്കറിയാം അല്ലേ, ഏത് ഡ്രൈവിലാണ് ഏത് ഫോൾഡറിലാണൊക്കെ കൊടുക്കുന്നില്ലേ. ഈ ഡ്രൈവിൽ പിക്ചേഴ്സിൽ goodmorning.jpg അങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത് എപ്പോഴും. ഓക്കെ, അങ്ങനെ ആ രീതിയിൽ അപ്പോൾ എവിടെയാണോ അതിൻ്റെ സോഴ്സ് അഡ്രസ്സ് അത് കംപ്ലീറ്റ് ഇവിടെ കൊടുക്കുക വിത്തിൻ double_comma തന്നെ ഒരു \/ ക്ലോസ് ചെയ്യുക. സോ അപ്പം അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതാണ് എന്ത്, HTML ഇമേജ് എക്സാമ്പിൾ. ഇതാണ് ഹെഡിങ്. സോ ഈ ഇമേജ് ഇതാണ്, ഇതിൻ്റെ പേരാണ് ഗുഡ് മോർണിംഗ് എന്നുള്ള ഇമേജ്. സോ ആ ഇമേജ് ഇവിടെ വരും. ഇതാണ് HTML ഇമേജ് ടാഗ്. സോ IMG ടാഗ് മാത്രം യൂസ് ചെയ്യും. സോ ആട്രിബ്യൂട്ട്സ് ഓഫ് HTML IMG ടാഗ്. IMG ടാഗിൻ്റെ അകത്ത് കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ആദ്യം SRC ആണ്. SRC നമ്മളോട് പറഞ്ഞു അല്ലേ, സോഴ്സ്. ഇറ്റ് ഈസ് എ നെസസറി ആട്രിബ്യൂട്ട് ദാറ്റ് ഡിസ്ക്രൈബ് ദ സോഴ്സ് ഓർ പാത്ത് ഓഫ് ദി ഇമേജ്. അതായത് നമ്മൾ ഏത് ഇമേജാണ് ആഡ് ചെയ്യുന്നത് ആ ഇമേജിൻ്റെ പേര് അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് പാത്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സോഴ്സ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മസ്റ്റായിട്ട് വേണ്ടതാണ്. എങ്കിൽ മാത്രമല്ലേ IMG മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമേജ് വെബ് പേജിലേക്ക് വരുത്താൻ പറ്റില്ല. നമുക്ക് എന്തറിയണം, ഏത് ഇമേജാണെന്ന് അറിയണം. സോ അതിന് ആ പേര് കൊടുക്കണം അല്ലെങ്കിൽ ആ പാത്ത് മുഴുവൻ കൊടുക്കണം നമ്മൾ. സോ ഇത് ഇൻസ്ട്രക്ട് ദ ബ്രൗസർ വേർ ടു ലുക്ക് ഫോർ ദ ഇമേജ് ഓൺ ദി സെർവർ. സോ ഇത് എന്ത് ചെയ്യും, ബ്രൗസറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. എവിടെ നോക്കിയാലാണ് നിങ്ങൾക്ക് ഇമേജ് അവിടെ പ്രിന്റ് ചെയ്ത് വരേണ്ട ഇമേജ് കിട്ടാമെന്ന് ഇവിടെ കാണിച്ചു തരും. സോ ദ ലൊക്കേഷൻ ഓഫ് ദി ഇമേജ് മേ ബി ഓൺ ദ സെയിം ഡയറക്ടറി ഓർ ദി അദർ സെർവർ. അത് ഇഷ്ടമുള്ള രീതിയിലാവുന്നെങ്കിൽ സെയിം ഡയറക്ടറിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ HTML ഫയൽ സേവ് ചെയ്യുന്ന സെയിം ഫോൾഡറിലാണ് ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും. സോ അതിനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കംപ്ലീറ്റ് പാത്ത് കൊടുക്കുന്നതാണ് ആ സോഴ്സിൻ്റെ ഫയൽ എപ്പോഴും ബെറ്റർ. ദെൻ ALT ആൾട്ടർനേറ്റീവ് മീൻസ് the alt attribute defines the alternate text for the image if it can be displayed. സോ ഈ ഒരു സംഭവം ഞാൻ കുറച്ച് അടുത്ത സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, എക്സാമ്പിൾ അടക്കം. അതായത് നിങ്ങൾ ഇമേജിന് കൊടുക്കുന്ന സമയത്ത് ആൾട്ട് എന്നുള്ളൊരു ആട്രിബ്യൂട്ട്സ് ഇത് ഓപ്ഷനിലാണ്. ഇത് കൊടുത്താൽ ഞാൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അഥവാ ഇൻ കേസ് ആ ഇമേജിന് എന്തെങ്കിലും ക്രാഷ് ആയിപ്പോയി, എന്തെങ്കിലും ആയിപ്പോയാൽ അത് എന്തിൻ്റെ ഇമേജ് ആയിരുന്നു അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആൾട്ടർനേറ്റീവ് എഴുതുന്നത് ആ ഇമേജിൻ്റെ പേര്, ഇപ്പം ഇറ്റ്സ് എ ഫിഗർ ഓഫ് ബേർഡ് എന്നാണ് നമ്മൾ എഴുതിയാൽ ആ ഇമേജ് ചെയ്തിട്ടില്ലെങ്കിലും ആ ഇമേജ് ഡാമേജ് ആയി കാണിക്കും അവിടെ. ഇറ്റ്സ് എ ഇമേജ് ഓഫ് എ ബേർഡ്. അത് ഞാൻ തൊട്ടടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം ആൾട്ടിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത്. ഓക്കെ, ദ വാല്യൂ ഓഫ് ദി ആൾട്ട് ആട്രിബ്യൂട്ട് ഡിസ്ക്രൈബ് ഇൻ ദ ഇമേജ് ഇൻ വേർഡ്സ്. അതായത് ആൾട്ടിൽ നമ്മൾ എന്താ വാല്യൂ കൊടുക്കുക, അത് ആ ഇമേജ് എന്താണോ അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഈ ആൾട്ട് എന്നുള്ള ആട്രിബ്യൂട്ട്സ് നമ്മൾ വാല്യൂ ആയിട്ട് കൊടുക്കുക. അത് ഇമേജ് വന്നില്ലെങ്കിൽ മാത്രമേ ആൾട്ടിൻ്റെ വാല്യൂ അവിടെ പ്രിന്റ് ചെയ്ത് വരുള്ളൂ. ദെൻ നെക്സ്റ്റ് ഒരു ആട്രിബ്യൂട്ട്സ് ആണ് വിഡ്ത്ത്. അധികം പറയേണ്ട ആവശ്യമില്ല, ഇമേജിൻ്റെ വിഡ്ത്ത് ആണ്, എത്ര വിഡ്ത്ത് വേണമെന്നുള്ള. ഇറ്റ്സ് എൻ ഓപ്ഷണൽ ആട്രിബ്യൂട്ട് വിച്ച് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദ വിഡ്ത്ത് ടു ഡിസ്പ്ലേ ദ ഇമേജ്. ദെൻ അത് ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ് നൗ യു ക്യാൻ അപ്ലൈ CSS ഇൻ പ്ലേസ് ഓഫ് വിഡ്ത്ത് ആട്രിബ്യൂട്ട്. നമ്മൾ വിഡ്ത്ത് ആട്രിബ്യൂട്ട്സ് ഒക്കെ CS നമ്മൾ ഡേറ്റ് പറയും, ആ സമയത്ത് അവിടെ ഡിസ്കസ് ചെയ്യാവുന്നുള്ളൂ. ഇവിടെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ദെൻ ഹൈറ്റ് സ്വാഭാവികമായിട്ടും ഇമേജിൻ്റെ ഹൈറ്റാണ്. ദിസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് യു ഷുഡ് അപ്ലൈ CSS പ്ലേസ് ഓഫ് ഹൈറ്റ് ആട്രിബ്യൂട്ട്. CSS കൊടുക്കാവുന്നതുള്ളൂ ഈ ഹൈറ്റും. സോ ഈ 4 ആട്രിബ്യൂട്ടാണ് SRC, ആൾട്ട്, വിഡ്ത്ത്, ഹൈറ്റ്. ഒരു എക്സാമ്പിൾ അടക്കം കൊടുത്ത് നോക്കാം. യു ഹാവ് ടു ലേൺ അബൌട്ട് ഹൗ ടു ഇൻസെർട്ട് ആൻ ഇമേജ് ഇൻ യുവർ വെബ് പേജ്. നൗ ഇഫ് യു വാണ്ട് ടു ഗിവ് സം ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ടു ഡിസ്പ്ലേ ഇമേജ് അക്കോർഡിംഗ് ടു അവർ റിക്വയർമെൻറ്റ്, ദെൻ വി ക്യാൻ സെറ്റ് ദ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ആട്രിബ്യൂട്ട്സ് ഓഫ് ദി ഇമേജ്. സോ നിങ്ങൾക്ക് ഹൈറ്റും വിഡ്ത്തും എല്ലാം കൊടുത്തിട്ട് നമ്മളൊരു എക്സാമ്പിൾ IMG ടാഗ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ IMG ആദ്യം SRC മീൻസ് അതിൻ്റെ സോഴ്സ് ഫയൽ എവിടെയാണോ അതിൻ്റെ നെയിം കൊടുക്കുക. animal.jpg അതാണ് നമ്മുടെ ഫയൽ, അതങ്ങനെ ഡബിൾ ക്ലിക്ക് കൊടുക്കുന്നു. ദെൻ രണ്ടാമത്തെ ആട്രിബ്യൂട്ട് ഹൈറ്റ് ആണ്, അത് double_commയിൽ 180 കൊടുത്തു. വിഡ്ത്ത് ആണ് 300. ദെൻ ആൾട്ട് മീൻസ് ആൾട്ടർനേറ്റ്, ഈ ഇമേജിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണ് അനിമൽ ഇമേജ്, ഒരു ആനിമൽ ഇമേജ് ആണ് പറഞ്ഞു കൊടുത്തു. സോ നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ വരും, HTML ഇമേജ് എക്സാമ്പിൾ വിത്ത് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത്. സോ അത് ഓൾറെഡി നമ്മൾ കൊടുത്താണ്. ഞാൻ ഇത് മാത്രം ഇവിടെ അഗെയിൻ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. സോ ഇമേജ് സോഴ്സ് അനിമൽ, ഇതാണ് അനിമലിൻ്റെ സോഴ്സ്. അതിൻ്റെ ഹൈറ്റ് 180 ആണ്, വിഡ്ത്ത് 300 ആണ്. ഓക്കെ, ഈ ആൾട്ട് അനിമൽ ഇമേജ് നമ്മളിവിടെ കാണുന്നുണ്ടോ? ഇല്ല, അത് കാണില്ല. അത് എപ്പോൾ മാത്രമേ വരുള്ളൂ ഇൻ കേസ് ഈ ഇമേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് ക്രാഷ് ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് മാത്രമേ ഈ അനിമൽ ഇമേജ് എന്നുള്ളത് വരുള്ളൂ. അത് അടുത്ത സ്ലൈഡ് ഞാൻ കാണിക്കാം. ഓക്കെ, സോ യൂസ് ഓഫ് ആൾട്ട് ആട്രിബ്യൂട്ട്സ്. വി ക്യാൻ യൂസ് ആൾട്ട് ആട്രിബ്യൂട്ട് വിത്ത് എ ടാഗ്.
it will display an alternative text in case of image cannot be displayed on browser. നമുക്ക് ഇമേജ് നമുക്ക് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാത്ത കേസിൽ അതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് ആട്രിബ്യൂട്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോളോയിങ് ഇസ് എക്സാമ്പിൾ ഓഫ് ആൻ ആട്രിബ്യൂട്ട്. നേരത്തെ സെയിം എക്സാമ്പിൾ alt src animal.ph ഹൈറ്റ് വിടുത്ത് അതിൻ്റെ ആൾട്ടർനേറ്റീവ് എന്താ കൊടുത്തു, അനിമൽ ഇമേജ് കൊടുത്തു. ഇവിടെ ഞാൻ ലോഡ് ചെയ്തപ്പം ആ അനിമൽ ഇമേജ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. ആ സമയത്ത് ഇവിടെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ആൾട്ടർനേറ്റീവ് ഇവിടെ എന്ത് അനിമൽ ഇമേജ് ഇവിടെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു, ഒരു അനിമൽ ഇമേജ് എന്നുള്ളത് അവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തത്, മീൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. അതാണ് ഈ ആൾട്ടിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൗ ടു ഗെറ്റ് ഇമേജ് ഫ്രം അനദർ ഡയറക്ടറി ഓർ ഫോൾഡർ. നമുക്ക് സെയിം ഫോൾഡറിൽ നമ്മൾ ഒരു ടെക്സ്റ്റ് എഡിറ്റ് നോട്ട് പാഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഈ വെബ് പേജ് ഉണ്ടാക്കുന്നത്. സോ നമ്മളൊരു ഇമേജ് ആഡ് ചെയ്യുമ്പം നമ്മുടെ എവിടെയാണോ ഈ നോട്ട് പാഡ് സേവ് ചെയ്തത് സെയിം ഫോൾഡറിൽ തന്നെ ഇമേജ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള ഇതേപോലെ സോഴ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് ഈ രീതിയിൽ സോഴ്സ് കൊടുക്കണമെങ്കിൽ നമ്മുടെ എവിടെയാണോ ഈ ഇപ്പം എഴുതുന്ന ഇമേജ് മീൻ ടെക്സ്റ്റ് ഫയൽ, അതായത് നോട്ട് പാഡ് സേവ് ചെയ്യുന്ന ഫോൾഡർ എവിടെയാണോ ആ ഫോൾഡറിൻ്റെ അകത്ത് തന്നെ ഈ animal.jpg ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ SRC കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതല്ല, ഞാൻ സേവ് ചെയ്യുന്നിടത്തല്ല ഇമേജ് ഉള്ളത്, ഇമേജ് വേറെ ഏതോ ഒരു ഫോൾഡറിൻ്റെ അകത്താണെങ്കിൽ അതെങ്ങനെ കൊടുക്കാമെന്നാണ് അടുത്തത് പറയുന്നത്. സോ ഇമേജ് ഫ്രം അനദർ ഡയറക്ടറി ഓർ ഫോൾഡർ ആണെങ്കിൽ ടു ഇൻസേർട്ട് ഇമേജ് ഇൻ യുവർ വെബ് ദാറ്റ് ഇമേജ് മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ യുവർ സെയിം ഫോൾഡർ where you want to HTML file. But if some case image is available in some other directory, then you can access the image like this. അതായത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ അഡ്രസ്സ് കൊടുക്കുക. ഈ എന്നുള്ള ഫോൾഡറിലെ ഈ എന്നുള്ള ഡ്രൈവിൽ ഇമേജിൽ പോയി ഇമേജ് എന്നുള്ള ഫോൾഡർ പോയി animal.png കിട്ടും. അതാണ് എടുക്കേണ്ടത്. അതിൻ്റെ ബാക്കി ആട്രിബ്യൂട്ട്സ് എല്ലാം സെയിം. സോ ഇത് നമുക്ക് എപ്പോൾ മാത്രമാണ് ശരിക്കും ആവശ്യമുള്ളൂ, സെയിം ഫോൾഡറിൻ്റെ അകത്തില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഈ ഫുൾ നെയിം കൊടുക്കുന്നതാണ് ഒന്നും കൂടെ ബെറ്റർ എപ്പോഴും. എന്നാൽ പിന്നെ ഒരു മിസ്റ്റേക്ക് ചാൻസ് ഇല്ല. എവിടെയാണോ ആ പെർട്ടിക്കുലർ ഇമേജ് ഉള്ളത് അതിൻ്റെ ഫുൾ അഡ്രസ്സ് കൊടുക്കുന്നതാണ്, പാത്ത് കൊടുക്കുന്നതാണ് സേഫ്. ഇനി യൂസ് ഓഫ് ഇമേജ് ടാഗ് ആസ് എ ലിങ്ക്. അതായത് നിങ്ങൾ IMG ടാഗ് ഉപയോഗിക്കുന്നില്ല ഇമേജ് കൊടുക്കാൻ വേണ്ടി. നിങ്ങൾ കാണാം ചില വെബ് ബ്രൗസറിൽ കയറി കഴിഞ്ഞാൽ ഒരു ഇമേജിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ വേറെ എവിടേക്കെങ്കിലും പോകും, അല്ലെങ്കിൽ വേറൊരു വെബ് ടാബ് തുറന്നു വരും. ഒരു ലിങ്കാണത് അല്ലേ, ആ ഇമേജ് ഒരു ലിങ്കാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വെബ് പേജിൽ എങ്ങനെയാണ് ഒരു ഇമേജിനെ ലിങ്കായി കൊടുക്കുക, അതായത് ഇമേജിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വേറെ ഒരു പേജിലേക്ക് പോകാൻ പറ്റണം. ഒരു ലിങ്കായി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പോകുന്നത് വളരെ സിമ്പിളാണ്. വി ക്യാൻ ഓൾസോ ലിങ്ക് ആൻ ഇമേജ് വിത്ത് ദ അതർ പേജ് ഓർ വി ക്യാൻ യൂസ് ആസ് ആൻ ഇമേജ് ആസ് എ ലിങ്ക്. ഇമേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിങ്ക് ആക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ടു ഡു ദിസ് പുട്ട് IMG ടാഗ് ഇൻസൈഡ് ദി എ ടാഗ്. എ ടാഗ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ എ ടാഗ് തൊട്ടടുത്ത് വരും. എ ടാഗ് മീൻസ് ഇത് നമ്മൾ ലിങ്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോ എ എന്നുള്ള ടാഗിൻ്റെ അകത്ത് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, IMG ടാഗ് കൊടുക്കുകയാണെങ്കിൽ ആ IMG ടാഗ് എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു ലിങ്കായിട്ട് ആക്ട് ചെയ്യും. സോ ആ വരുന്ന പിക്ചർ വരുന്നതിൻ്റെ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അത് വേറൊരു പേജിലേക്ക് പോകുമെന്നർത്ഥം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത്. ഇവിടെ ടൈറ്റിൽ ഇമേജ് ടാഗാണ്, ഇമേജ് ടാഗ് എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ്. സോ യൂസ് ഇമേജ് ആസ് എ ലിങ്ക്, അതാണ് ഇവിടെ ഹെഡിങ് വരും. ക്ലിക്ക് ദ ഇമേജ് ടു നോ അബൌട്ട് ദി റോബോട്ടിക്സ്. ഞാനൊരു ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ദ ഇമേജ് ടു നോ റോബോട്ടിക്സ്, അതായത് റോബോട്ടിക്സിനെ പറ്റി അറിയാൻ വേണ്ടി ഈ ഇമേജിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാനാണ്. അതായത് ഈ ഇമേജ് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, വേറെ പേജിലേക്ക് പോകും. സോ ഞാനിവിടെ ലിങ്ക് കൊടുത്തു, എ ടാഗ് ആണ് കൊടുത്തത്. എ ടാഗിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ പറയും. ജസ്റ്റ് നോട്ട് വെക്കുക നിങ്ങൾ. റെഫറൻസ് ആണ്, ഏത് പേജിലേക്കാണോ പോകേണ്ടത്. ഈ ഇമേജിന് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് വേറൊരു വെബ്സൈറ്റിലേക്ക് പോകണം. ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കുന്നത്. in www.javadeep.com https://www.javadeep.com what is robotics. ദെൻ അവിടെ എന്ത് കൊടുത്തു, ഞാനൊരു ഇമേജ് കൊടുത്തു. ദെൻ IMG സോഴ്സ് http static javadt point IMG ഇമേജ്. ആ ഇമേജിൻ്റെ ഫയലും കാര്യങ്ങളും അഡ്രസ്സും ഹൈറ്റും എല്ലാം ഞാൻ അവിടെ കൊടുത്തു. അത് ക്ലോസ് ചെയ്യുകയും ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു. സോ ഇത് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയാണ് വരിക ഔട്ട്പുട്ട്. യൂസ് ഓഫ് ഇമേജ് ആസ് എ ലിങ്ക്, ക്ലിക്ക് ദി ഇമേജ് ടു നോ അബൌട്ട് റോബോട്ടിക്സ്. സോ ഈ ഇമേജിൻ്റെ മുകളിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ വെബ് പേജ് ക്ലിക്ക് ചെയ്താൽ അത് വേറൊരു പേജിലേക്ക് എന്നെ ലീഡ് ചെയ്യും. സോ ഇതിനെയാണ് നമ്മളെന്ന് പറയുക ഇമേജ് ആസ് എ ലിങ്ക്. സോ ഇത്രയാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ കുറച്ചേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ ആയിരിക്കും ഭൂരിഭാഗം. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ടാഗുകളെല്ലാം വെച്ചിട്ട് ഒരു പേജ്, ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ഓർത്ത് വെക്കണം നിങ്ങൾ. തൽക്കാലം നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതിന് കൂടെ ഒരു ചെറിയ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇതിൽ ഞാൻ HTML5 വരുന്ന സമയത്ത് നമുക്ക് ഫോണ്ട് എന്നുള്ള ടാഗൊന്നുമില്ല. ഓക്കെ, ഫോണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് മുമ്പ് HTML4 വരെ ഫോണ്ട് എന്നുള്ള ടാഗാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു.
സോ ഫോണ്ട് എന്നുള്ള ടാഗിനെ പറ്റിയിട്ട് ഒരു നോട്ട് നിങ്ങൾ സ്വന്തം പ്രിപ്പയർ ചെയ്യുക. അതിൽ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട്സും കാര്യങ്ങളും എന്തൊക്കെ ഫോണ്ടിൻ്റെ ഫേസ് ഫോണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ഈ നോട്ട് ഇതിൻ്റെ കൂടെ അതിൻ്റെ നോട്ടും കൂടെ ഒന്ന് എഴുതുക. ഫോണ്ട് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഫോണ്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പം അതൊന്ന് നോക്കിയിട്ട് എഴുതുക. അതേപോലെ നിങ്ങൾ ഈ ടാഗുകളെല്ലാം വെച്ചിട്ട് ഒന്ന് ഒരു ചെറിയ വെബ്സൈറ്റിൽ വെബ് പേജ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയം നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.